ഒരു ദിവസം എന്നെ ഒരാൾ ഫോൺ വിളിച്ചു. എന്നോട് പറയാണ്, നിങ്ങളൊന്ന് വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയ സമയത്ത് എന്നോട് പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് വിഷയം പറയണം. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രയാസം എന്താണ്? ആ സമയത്ത് അദ്ദേഹം എന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. നഊദു ബില്ലാഹി സുമ്മ നഊദു ബില്ലാഹ്. നല്ല ഉഷാറുള്ള വീടാണ്, കാണാൻ ചന്തമുള്ള വീടാണ്, എല്ലാ റൂമുകളിലും എസിയാണ്. അതേ, നല്ല മാർബിളിട്ട വീടാണ്. എന്നാൽ എന്നെ കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്നറിയുമോ? ആ വീട്ടിലുള്ള സ്റ്റോർ റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ചിന്തിച്ചു, പടച്ചോൻ എന്തേ സ്റ്റോർ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? നമ്മളൊക്കെ എന്തിനാ സ്റ്റോർ റൂം ഉപയോഗപ്പെടുത്താറുള്ളത്? സ്റ്റോർ റൂം ഉപയോഗപ്പെടുത്താറുള്ളത് നമുക്ക് ഭക്ഷിക്കേണ്ട ഭക്ഷ്യ സാധനങ്ങൾ വെക്കാനല്ലേ ചെറുപ്പക്കാരാ. അരിയും തക്കാളിയും ഉള്ളിയും അതുപോലെ അതേ ഭക്ഷ്യസാധനങ്ങൾ വെക്കേണ്ട സ്റ്റോർ റൂമിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. അവിടെയതാ വാട്ടർ ബെഡിൽ ജീവച്ഛവമായൊരു ബോഡി കിടക്കുകയാണ് ചെറുപ്പക്കാരാ. ഞാൻ ചോദിച്ചു, ഇതാരുടെ ബോഡിയാണ്, ഇതാരുടെ ശരീരമാണ്? ആ സമയത്ത് പറഞ്ഞു, ഇതെന്റെ ഉമ്മയുടെ ശരീരമാണ്. ഇവരൊക്കെ AC റൂമിലെവിടന്ന് കിടക്കുമ്പോ, സുന്ദരമായ ബെഡ്റൂമിലെവിടന്ന് അതേ സ്വർഗീയ സമാനമായ അനുഭൂതിയോടെ സുഖത്തോടെ കിടക്കുമ്പോ, അവൻ 9 മാസവും 10 ദിവസവും വയറ്റിലിട്ട് വേദന സഹിച്ച ഉമ്മയെ കിടത്തിയതോ നഊദു ബില്ലാഹ് സ്റ്റോർ റൂമിലാണ് പെങ്ങളെ, സ്റ്റോർ റൂമിലാണ് ചെറുപ്പക്കാരാ. എന്റെ മനസ്സ് പിടച്ചുപോയി, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോയി. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാ എന്നെ നിങ്ങളിത് കാണിക്കുന്നത്? അപ്പോഴാണ് പറഞ്ഞത്, സാധേ നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. എന്തിനാ ദുആരക്കേണ്ടത് പറയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉമ്മ ഒന്ന് മരിച്ചു കിട്ടാനാണ് അവര് ദുആരക്കാൻ പറയുന്നത്. അത്രയ്ക്ക് അവരൊക്കെ മനം മടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ നിന്ന് ചിന്തിച്ചോ, ഈ അരിയുടെയും തക്കാളിയുടെയും ഉള്ളിയുടെയും ഇടയിൽ ഈ സ്റ്റോറൂമിലെ ഉമ്മ കിടക്കുന്നതിനേക്കാളും നല്ലതെന്താണ്? ഖബർ തന്നെയല്ലേ, ഖബർ തന്നെയല്ലേ നല്ലത്. റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഈ ഉമ്മാക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ നല്ല ആഫിയത്തോടെ ഇസ്ലാമിലായി ജീവിപ്പിക്കണേ അല്ലാഹ്. ഇനി ഉമ്മക്ക് മരണമാണ് ഖൈറെങ്കിൽ അല്ലാഹ് എത്രയും പെട്ടെന്ന് നീ ഈമാനോടെ ഈ കഷ്ടപ്പാടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അല്ലാഹുവേ ഈ ഉമ്മയെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എന്റെ ദുആ കൊണ്ടല്ല, സമയമായതുകൊണ്ടും അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി വന്നതുകൊണ്ടോ പിറ്റത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് എന്നെ ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നത്, അതേ മരിച്ചുപോയി, മരിച്ചു കിട്ടി, വിസയെല്ലാം കിട്ടിയെന്ന് പറയും പോലെ. അല്ലാഹു കാത്തു ചെയ്യട്ടെ. 313 ബദരീങ്ങളാണ്ടിലേക്ക് നേർച്ചയാക്കിയിട്ട് അവിടെ നിന്ന് വിസ കിട്ടിയാൽ, അതെ അസ്സലാമു വിസ കിട്ടിയിട്ടുണ്ട് ഉസ്താദിന്റെ ദുആ കൊണ്ടാന്ന് പറയുന്നത് പോലെ വളരെ സന്തോഷത്തോടെയാണ് ഈ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നത്. മരിച്ചു കിട്ടിയാലും മരിച്ചു, മരിച്ചു കിട്ടിയെന്ന് ഞാൻ പറഞ്ഞാണ്, അത് മരിച്ചു, മരിച്ചു കിട്ടിയെന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും. എന്തായാലും അങ്ങനെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ സഹോദരങ്ങളെ, മരിച്ച വിവരം കിട്ടിയപ്പോ വീട്ടിലെ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടോ, അന്നവര് കോടീശ്വരനാണ്, നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവരാണ്, കുവൈത്തിൽ വലിയ വലിയ അതേ ബിസിനസ്സുകളുള്ളവരാണ് അവര്. പക്ഷേ എന്റെ മനസ്സിലെവിടെന്ന് ഞാൻ കുറിച്ചിട്ടൊരു വിഷയമുണ്ട്, ഇവരുടെ അധോഗതിയുടെ ദിനം എണ്ണിയിരിക്കുന്നു.
പരാജയത്തിന്റെ സുദിനങ്ങൾ ഇതാ ആഗതമാകാൻ പോവുകയാണ്. കളിച്ചതാരോടാണ്? പെറ്റ ഉമ്മയോടാണ്. നൊന്തുപറ്റ ഉമ്മയോട് കളിക്കല്ലടാ ചെറുപ്പക്കാരാ. ഉമ്മയുടെ കണ്ണുനീര് വരാ നീ കാരണമാകല്ലടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണുനീരവിടുന്ന് അതേ വരാ നീ കാരണക്കാരിയാകല്ല പെങ്ങളെ. എന്റെ മനസ്സിലവിടുന്ന് കുറിച്ചിട്ട വിഷയമാണ്. ഇവരുടെ കോടികൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു തെരിപ്പണമാകാൻ ഇനി കൂടുതൽ സമയമില്ലെന്ന് ഞാൻ അവിടുന്ന് വരച്ചിട്ടോ. നിങ്ങളറിയോ, വർഷം കുറച്ച് കഴിഞ്ഞോ? നിങ്ങളറിയോ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ എന്നെ മരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് വിളിച്ച മനുഷ്യൻ എന്നെ വിളിക്കുന്നു. അതേ, നിങ്ങളെവിടെയാ ഉള്ളത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. ഒരു 500 രൂപ നിങ്ങൾ കടം തരുമോ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കോടീശ്വരനായ മനുഷ്യന്റെ രണ്ടാമത്തെ വിളിയാണ് എന്നോട്. എന്നെ തന്നെ അള്ള വിളിപ്പിച്ചോ, 500 രൂപ കടം തരുമോ? ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് 500 രൂപ? അപ്പോഴാണ് പറഞ്ഞത്, എന്റെ വീട് വിറ്റു, ബിസിനസ് പോയി, എല്ലാം പോയി. ഞാനിപ്പോൾ വാടകക്കാണ് താമസിക്കുന്നത്. ആ വാടക വീട്ടിന്റെ വാടക കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല. വാടക കൊടുക്കാതെ മുതലാളി ഇപ്പം വീടിന്റെ അടുത്ത് വന്ന് പ്രശ്നമാക്കുകയാണ്. സാധനം ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വാടക വീട് കണ്ടിട്ടുണ്ട്. അവിടത്തേക്ക് ഈ സാധനം കൊണ്ടുപോകാൻ ഗുഡ്സിന് കൊടുക്കാൻ എന്റെ കയ്യിൽ നയാ കാശില്ല ഉസ്താദേ. ഇത് ഞാൻ താജുൽ ഉലമാ സ്മാരക സൗധത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. നോട്ടുകെട്ടുകൾ കൊണ്ട് അമ്മാനമാടിയ ആ മനുഷ്യൻ ചെറിയ വർഷങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തന്റെ തൊണ്ടി സാധനങ്ങൾ കൊണ്ടുപോകാൻ ഗുഡ്സിനവിടെ 500 രൂപ കൊടുക്കാൻ നയാ കാശില്ലാതെ കരയുന്ന മനുഷ്യനായി മാറ്റിയതാരാണ്? മാറാൻ കാരണക്കാരനാരാണ്? ക്ലച്ച് പിടിക്കുന്നില്ല. എവിടെയാ പിടിക്കുക സഹോദരങ്ങളെ? പിടിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ സലാമത്തിലാക്കുമാറാകട്ടെ. ഈ ഹജ്ജ് പെരുന്നാൾ അദ്ദേഹം എന്നെ വിളിച്ചു. ഈ ഹജ്ജ് പെരുന്നാളിന്റെ തലയെ തന്നെ വിളിച്ചു. ഉസ്താദേ, 1000 രൂപ നിങ്ങൾ കടം തരണം. ഞാൻ വെറുതെ പറയല്ല, ആ മനുഷ്യൻ എന്നെ വിളിച്ചു. അത് എന്തേ പ്രശ്നം? ഭാര്യയ്ക്ക് ഡ്രസ് എടുത്തിട്ടില്ല. ഞാൻ ആളെ പെരുന്നാളൊന്നും പറയൂല, അത് മോശമായതുകൊണ്ട്. പക്ഷെ എനിക്ക് പാഠമുണ്ടതിലേ, നിങ്ങൾക്ക് പാഠമുണ്ടതിലേ, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 1000 രൂപ കടം തരണം ഉസ്താദേ. അതിന് എന്താ പ്രശ്നം? ഭാര്യയ്ക്ക് ഡ്രസ് എടുത്തിട്ടില്ല, മക്കൾക്ക് ഡ്രസ് എടുത്തിട്ടില്ല, ഇറച്ചു വാങ്ങിയിട്ടില്ല, എന്റെ കയ്യിൽ നയാ കാശില്ല. ഇപ്പോ ലോറിയുടെ ക്ലീനറായിട്ടാണ് ഞാൻ പോകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കോടീശ്വരനായ ഒരു മനുഷ്യന്റെ തപ്പതനം എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? എന്നിട്ട് നമ്മളെല്ലാ ഉസ്താദുമാരടുത്തും പോകും, നഗന്മാരടുത്തും പോകുന്നതാണ്. പ്രശ്നാണ്, സിഹറാണ്, അയിനാണ്, കുഴപ്പമാണ്. കാര്യം എവിടെയാ കിടക്കുന്നത്? കാര്യം എവിടെയാ കിടക്കുന്നത്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിഷയം ഇവിടെയാ ഉള്ളത്. ഉമ്മയുടെ പൊരുത്തക്കേട്, ബാപ്പയുടെ പൊരുത്തക്കേട്. സ്റ്റോർ റൂമിൽ കിടന്ന ഉമ്മ കണ്ണീരൊലിപ്പിച്ച റബ്ബിനോട് പറയൂലേ, അല്ലാഹ്, എന്റെ അല്ലാഹ്, ഞാൻ എന്റെ വയറ്റിൽ അവിടുന്ന് പൊന്നുപോലെ നോക്കിയ എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്നെ കിടത്തിയത് സ്റ്റോർ റൂമിലാണ്. വിടല്ല റബ്ബേ, വിടല്ല റബ്ബേ, വിടല്ല അല്ലാഹ്. പ്രാർത്ഥിക്കൂലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഉമ്മയുടെ നാവ് വല്ലാത്ത നാവാണ്. അതൊരു ചെറിയ വിഷയമായി നീ കാണല്ല പൊന്നുമോനെ. ഇന്നും ക്ലച്ചു പിടിക്കാതെ ആ മനുഷ്യൻ അലയുകയാണ്. ആ മനുഷ്യന് മാത്രമല്ല പ്രശ്നം, അവരുടെ ഭാര്യക്കും മാനസിക രോഗമാണ്, മക്കൾക്കും പ്രശ്നങ്ങളാണ്. മകളുടെ ഭർത്താക്കന്മാര് ത്വലാഖ് ചെല്ലുകയാണ്. ആ
ആകെ പ്രശ്നമാണ് സഹോദരങ്ങളെ. കാരണം എന്താണ്? ഉമ്മയോട് കളിച്ചതാണ്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉമ്മയോട് കളിക്കല്ലടാ. നമുക്ക്